എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഷഹ്റസാദ് മറ്റൊരു കഥ പറയാൻ തുടങ്ങി. ഒരു മടിയൻ യുവാവിന്റെ കഥ. ഒരു ദിവസം ഖലീഫ ഹാറൂൺ അൽ റഷീദ് രാജസദസ്സിലിരിക്കുമ്പോൾ ഒരു ഷണ്ടൻ ഓടി വന്നു. അയാൾ മനോഹരമായൊരു നെക്ലേസ് തിരുമുൻപിൽ വെച്ചിട്ട് പറഞ്ഞു, തിരുമേനി, മഹാറാണി സുബൈദ തന്നയച്ചതാണിത്. ഇതിന്റെ നടുക്കുള്ള ഒരു കല്ല് കളഞ്ഞുപോയി. അതുപോലൊരെണ്ണം വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ദ്രനീലവും വൈഡൂര്യവും മരതകവും മറ്റും കോർത്തെടുത്ത അമൂല്യമായ ഒരു നെക്ലേസ് ആയിരുന്നു അത്. അതിന്റെ മുഖ്യസ്ഥാനത്ത് വേണ്ടതായ രത്നം എവിടെ നിന്നെങ്കിലും കണ്ടെത്തണമെന്ന് ഖലീഫ മന്ത്രിമാരോടും സാമന്തന്മാരോടും കൊട്ടാരത്തിലെ മറ്റുദ്യോഗസ്ഥന്മാരോടും ആവശ്യപ്പെട്ടു. അവർ കൊട്ടാരത്തിലും നഗരത്തിലെ ബംഗ്ലാവുകളിലും പ്രഭുക്കന്മാരുടെ ആഭരണ ശേഖരങ്ങളിലും തിരഞ്ഞു. നാട്ടിലെ ആഭരണ വ്യാപാരികളോടെല്ലാം അന്വേഷിച്ചു. ആവശ്യമുള്ള രത്നം ഒരിടത്തുനിന്നും കിട്ടിയില്ല. ഖലീഫയ്ക്ക് ദുഃഖം തോന്നി. ഭൂമിയിലെ രാജാക്കന്മാരിൽ വെച്ച് പ്രതാപശാലിയായ തനിക്ക് ഭാര്യയുടെ ഒരാഗ്രഹം നിറവേറ്റാൻ ത്രാണിയില്ലാതായല്ലോ. വീണ്ടും അന്വേഷണം തുടരാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഒടുവിൽ ഒരു രത്നവ്യാപാരി പറഞ്ഞു, കുഴിമടിയനായ അബൂ മുഹമ്മദ് എന്നൊരാളുണ്ട്. അയാളുടെ പക്കൽ മാത്രമേ ഇത്തരം രത്നങ്ങൾ കാണാനിടയുള്ളൂ. അതു കേട്ട ഖലീഫ ഉടനെ മന്ത്രിയെ വിളിച്ച് ബസ്രയിലെ ഗവർണറോട് കുഴിമടിയൻ അബൂ മുഹമ്മദിനെ കണ്ടുപിടിച്ച് ബാഗ്ദാദിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്യണമെന്ന് ആജ്ഞാപിച്ചു. മന്ത്രി ജാഫറുടെ കത്തുമായി ഖലീഫയുടെ അംഗരക്ഷകൻ മസ്റൂർ ബസ്രയിലെ ഗവർണർ അൽ സുബൈദിയെ സമീപിച്ചു. ഗവർണർ മസ്റൂറിന് രാജോചിതമായ സ്വീകരണം നൽകി. അകമ്പടിയോടെ അബൂ മുഹമ്മദിന്റെ ബംഗ്ലാവിലേക്ക് അയച്ചു. ഖലീഫയുടെ ഉത്തരവാണെന്നറിഞ്ഞപ്പോൾ അബൂ മുഹമ്മദ് ഉടനെ പുറപ്പെട്ട് ഒട്ടും വൈകാതെ ബാഗ്ദാദിലെത്തി. ഖലീഫ അയാളെ അടുത്തിരുത്തി ബഹുമാനിച്ചു. അബു പറഞ്ഞു, ഖലീഫ തിരുമേനി എന്നെ ആളയച്ചു വരുത്തിയതിന് കാരണമെന്തെന്ന് ഞാൻ ഊഹിച്ചു. 2 പെട്ടി നിറയെ രത്നങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് തൃക്കൺ പാർത്താലും. അയാൾ 1ാമത്തെ പെട്ടി തുറന്ന് സ്വർണ്ണ നിർമ്മിതമായ 3 വൃക്ഷങ്ങൾ പുറത്തെടുത്തു. അവയുടെ ഇലകൾ മരതകവും ഫലങ്ങൾ മാണിക്യവും വൈഡൂര്യവുമായിരുന്നു. 2ാമത്തെ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തത് വജ്രനിർമ്മിതമായ ചെറിയ ഉദ്യാനമാണ്. അതിലെ വൃക്ഷങ്ങളും ചെടികളും പൂക്കളും കിളികളുമെല്ലാം രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയവ. നിലത്ത് വെച്ചപ്പോൾ മരക്കൊമ്പുകളിലെ കിളികൾ വാതുറന്ന് പാട്ടുപാടി. വൃക്ഷങ്ങളിൽ പുഷ്യരാഗ പുഷ്പങ്ങൾ വിടർന്നു. ഖലീഫയും മന്ത്രിമാരും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. എവിടെ നിന്നാണ് നിനക്ക് വിലമതിക്കാനാവാത്ത ഈ രത്നങ്ങൾ കിട്ടിയത്? ഖലീഫ ചോദിച്ചു. നിന്റെ അച്ഛൻ സ്നാനഗൃഹത്തിലെ ജോലിക്കാരൻ മാത്രമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ് തിരുമനസ്സേ, ഇതൊന്നും എനിക്ക് കുടുംബസ്വത്തായി കിട്ടിയതല്ല. എന്റെ പാവം അച്ഛൻ സ്നാനഗൃഹത്തിലെ ജോലിക്കാരനായിരുന്നു. കുട്ടിക്കാലത്ത് എന്നെപ്പോലൊരു മടിയൻ ഈ ഭൂമിയിലുണ്ടായിരുന്നില്ല. വെയിൽ മൂക്കുമ്പോൾ തണലിലേക്ക് മാറിക്കിടക്കാൻ പോലും എനിക്ക് മടിയായിരുന്നു. അങ്ങനെ എൻ്റെ തലയോട് പാറ പോലെ ഉറച്ചുപോയിരിക്കും. വാളുകൊണ്ട് വെട്ടിയാൽ പോറൽ പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അന്ന് എഴുന്നേൽക്കാൻ പോലും എനിക്ക് പരസഹായം ആവശ്യമായിരുന്നു. പാവപ്പെട്ട എൻ്റെ അമ്മയാണ് കൂലിപ്പണിയെടുത്ത് എനിക്ക് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയത്. ഒരു ദിവസം അമ്മയ്ക്ക് 1 മാസത്തെ ശമ്പളം ഒന്നിച്ചു കിട്ടി. 5 വെള്ളിത്തുട്ടുകൾ ഉണ്ടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, മോനെ, നമ്മുടെ അയൽപ്പക്കത്തുള്ള മുസാഫിർ ചീനയിൽ പോകുന്നെന്ന് കേട്ടു. 5 ദർഹം നീ ആ നല്ല മനുഷ്യന് കൊടുത്ത് ചീനയിൽ നിന്ന് വല്ലതും വാങ്ങിക്കൊണ്ടുവരാൻ പറയണം.
അത് ബസ്രയിൽ വിറ്റ് ലാഭം കിട്ടിയാൽ വീണ്ടും കച്ചവടം തുടങ്ങാം. കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം പൊറുക്കൂല. എനിക്ക് തീരെ ഉത്സാഹം തോന്നിയില്ല. ഞാൻ ചത്തതുപോലെ കിടന്നു. അമ്മ പ്രലോഭിപ്പിച്ചു, ശകാരിച്ചു. ഒടുവിൽ അമ്മ പറഞ്ഞു, ഇപ്പോൾ നീ എണീറ്റ് എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ പച്ചവെള്ളം തരൂല. ഇത്തവണ അമ്മ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ആഹാരം കിട്ടാതെ വരുമല്ലോ എന്ന് ഭയന്ന് ഞരങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണം, ഞാൻ പറഞ്ഞു. അമ്മ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. എന്റെ ചെരുപ്പ് എവിടെ? ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അമ്മ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് വന്നു തന്നു. അത് കാലിലിട്ട് തരണം എന്നായി ഞാൻ. നടക്കുമ്പോ എന്നെ പിടിക്കണം എന്നും ഞാൻ പറഞ്ഞു. അമ്മ എന്നെ ഉന്തിയും തള്ളിയും തുറമുഖത്ത് കൊണ്ടുപോയി. മുസാഫിർ കപ്പലിൽ യാത്ര പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ഇതാര്? കുഴിമടിയൻ അബു മുഹമ്മദോ? നീ വീട്ടിന് പുറത്തിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടേയില്ലല്ലോ, അദ്ദേഹം കളിയാക്കി. ഞാൻ 5 ദർഹം മുസാഫിറിന്റെ കയ്യിൽ കൊടുത്തു. അതിന് കിട്ടുന്നത് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അച്ഛന്റെ സ്നേഹിതനായിരുന്ന ആ നല്ല മനുഷ്യൻ പണം വാങ്ങിയിട്ട് എന്നെ അനുഗ്രഹിച്ചു. കപ്പൽ യാത്രയായി. ഞാനും അമ്മയും വീട്ടിലേക്ക് പോന്നു. മുസാഫിറിന്റെ കപ്പൽ ചീനയിൽ പോയി കൊടുക്കൽ വാങ്ങലുകൾക്ക് ശേഷം മടങ്ങി. 10 ദിവസം യാത്ര ചെയ്തപ്പോൾ മുസാഫിർ പറഞ്ഞു, നമുക്കുടനെ തിരിച്ചു പോകണം. മറ്റു യാത്രക്കാർ അമ്പരന്നു. എന്തുപറ്റി മുസാഫിർ? അവർ ചോദിച്ചു. കുഴിമടിയൻ അബു മുഹമ്മദിനു വേണ്ടി കുറച്ചു സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് മറന്നുപോയി. അതിനുവേണ്ടി 10 ദിവസം കൂടുതൽ യാത്ര ചെയ്യാനോ? അത് വേണ്ട, ഞങ്ങൾ ഓരോരുത്തരും 10 ദിനാർ വീതം തരാം. അത് നിങ്ങൾ അബുവിന് കൊടുത്താൽ മതി. മുതലിന്റെ പലിശയും ലാഭവുമാകും എന്ന് അവർ പറഞ്ഞത് മുസാഫിർ അംഗീകരിച്ചു. കപ്പൽ ഒരു ദ്വീപിലെടുത്തപ്പോൾ മുസാഫിറും കൂട്ടരും കാറ്റുകൊള്ളാൻ കരക്കിറങ്ങി. അവിടെ ഒരു വയസ്സൻ 10-20 ആൾക്കുരങ്ങുകളുമായി നിൽക്കുന്നത് കണ്ടു. അതിൽ ഒന്നിന്റെ സ്ഥിതി അതിദയനീയമായിരുന്നു. ഉടമസ്ഥൻ കാണാതെ മറ്റുള്ള കുരങ്ങുകൾ അതിനെ മാന്തുകയും കടിക്കുകയും ചെയ്തു. 5 ദർഹമാണ് അതിന്റെ വിലയെന്നറിഞ്ഞ് മുസാഫിർ ആ കുരങ്ങനെ വാങ്ങി. ഇതിനെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ചാൽ അവന് പട്ടിണി കൂടാതെ കഴിയാം, അയാൾ വിചാരിച്ചു. ആ ദ്വീപിലെ മുക്കുവർ വെള്ളത്തിൽ മുങ്ങി മുത്തു ശേഖരിക്കുന്നത് കണ്ട് കുരങ്ങൻ കപ്പലിൽ നിന്ന് താഴേക്ക് ചാടി. അല്പം കഴിഞ്ഞ് വെള്ളത്തിനു മുകളിൽ വന്നപ്പോൾ അതിന്റെ 2 കൈകളിലും മുത്തുച്ചിപ്പികൾ ഉണ്ടായിരുന്നു. തന്റെ കഴുത്തിൽ എന്തെങ്കിലും കെട്ടിത്തൂക്കണമെന്ന് കുരങ്ങ് ആംഗ്യം കാണിച്ചു. മുസാഫിർ ഒരു സഞ്ചി കെട്ടിക്കൊടുത്തു. അതുമായി വെള്ളത്തിൽ മുങ്ങിയ കുരങ്ങൻ സഞ്ചി നിറയെ മുത്തുകൾ കൊണ്ടുവന്നു. കുഴിമടിയൻ അബു മുഹമ്മദിന് ഭാഗ്യമുണ്ട്, ഇതെല്ലാം അവനുള്ളതാണ്, മുസാഫിർ പറഞ്ഞു. നാട്ടിലെത്തിയ മുസാഫിർ എന്റെ വീട്ടിൽ വന്നു. വാതിൽ തുറക്കാൻ പോലും എനിക്ക് മടിയായിരുന്നു. അമ്മ പിടിച്ചെഴുന്നേൽപ്പിച്ചതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നു. ഒരു കുരങ്ങും കുറേയധികം സ്വർണ്ണനാണയങ്ങളും ചാക്കു നിറയെ മുത്തും മുസാഫിർ എനിക്ക് തന്നു. ഇതെല്ലാം നിന്റെ 5 ദിർഹത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഭാഗ്യമുള്ള കുരങ്ങാണ്, ഇതിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അയാൾ പോയി. ഞാൻ അമ്മയോട് ചോദിച്ചു, ഇപ്പോഴെന്തു പറയുന്നു? രാപ്പകൽ അധ്വാനിച്ചപ്പോൾ അമ്മയ്ക്ക് വല്ലതും കിട്ടിയോ? എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് ഭക്ഷണവും തരുമെന്ന് ഞാൻ പറയാറില്ലേ? ശരിയാണ് മോനെ, വിധിയെ വെല്ലാൻ ആർക്കും കഴിയില്ല, അമ്മ സമ്മതിച്ചു. എന്റെ മടി മാറി. മുത്തുകൾ തരംതിരിച്ച് ഞാൻ കമ്പോളത്തിൽ കൊണ്ടുചെന്ന് വിറ്റു. ഭൂമിയും വീടുകളും പീടികകളും അടിമകളും യഥേഷ്ടം വാങ്ങി. കുരങ്ങ് എല്ലായ്പ്പോഴും എന്നെ പിന്തുടർന്നു. ഒരു ദിവസം ഞാൻ വീട്ടുമുറ്റത്തിരുന്നപ്പോൾ എഴുതാൻ ഒരു കടലാസും പേനയും വേണമെന്ന് കുരങ്ങ് ആംഗ്യം കാണിച്ചു. ഞാൻ കടലാസും പേനയും കൊണ്ടുകൊടുത്തു. ഒരു വെളുത്ത പൂവൻകോഴിയുമായി ഉദ്യാനത്തിൽ വരണം, കുരങ്ങൻ എഴുതി. ഉടനെ ഞാനൊരു വെളുത്ത പൂവൻകോഴിയെ വാങ്ങിക്കൊണ്ടുവന്നു. ഉദ്യാനത്തിൽ ചെന്നപ്പോൾ കുരങ്ങൻ ഒരു പാമ്പുമായി അവിടെ നിന്നിരുന്നു.
അവൻ കോഴിയെ പാമ്പിന്റെ മുന്നിൽ വിട്ടു. അവ രണ്ടും തമ്മിൽ കുറെ നേരം പോരാടി. കോഴി പാമ്പിനെ കൊന്നു തിന്നു. കുരങ്ങ് കോഴിയുടെ തൂവലുകൾ പറിച്ചെടുത്തു. ഓരോ തൂവലായി നിലത്ത് കുഴിച്ചു വെച്ചു. എന്നിട്ട് കോഴിയെ കൊന്ന് ചോര വീഴ്ത്തി. അതിന്റെ ആമാശയം മണ്ണിൽ കുഴിച്ചിട്ടു. ഓരോ തൂവലിന്റെയും അടുത്തു ചെന്ന് പല്ലിളിച്ചു കാണിച്ച് എന്തൊക്കെയോ പുലമ്പിയിട്ട് കുരങ്ങൻ മുകളിലേക്ക് ചാടി കൺമുന്നിൽ നിന്ന് മറഞ്ഞു. പിന്നീട് ആ കുരങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നിലത്ത് കുഴിച്ചിട്ട തൂവലുകൾ സ്വർണവൃക്ഷങ്ങളായി വളർന്നു. അവയിൽ രത്നങ്ങൾ കായ്ച്ചു. കോഴിയുടെ ആമാശയം കുഴിച്ചിട്ട സ്ഥലത്താണ് ഈ വജ്രമരം വളർന്നത്. ഇതെല്ലാം ഖലീഫ തിരുമേനിക്കുള്ള എൻ്റെ എളിയ ഉപഹാരമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് എൻ്റെ സൗഭാഗ്യത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിലപിടിച്ച നിരവധി സമ്മാനങ്ങൾ കൊടുത്ത് ഖലീഫ അബു മുഹമ്മദിനെ യാത്രയയച്ചു. ഷഹ്റസാദ് കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു.